നമസ്കാരം. രാജ്യത്തെ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പശ്ചിമ ബംഗാളിലെ 4 മണ്ഡലങ്ങൾ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുമ്പോൾ ആദ്യ മണിക്കൂറുകളിൽ തന്നെ പശ്ചിമ ബംഗാളിൽ വ്യാപകമായ സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതിനിടയിൽ തൃണമൂൽ കോൺഗ്രസിന്റെയും BJPയുടെയും ബൂത്ത് ഏജന്റുമാർക്ക് നേരെ ബോംബേർ ഉണ്ടായിട്ടുണ്ട്. മുർഷിദാബാദിൽ ഇടയ്ക്കിടെ ആക്രമണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ദേശീയ മാധ്യമങ്ങൾ. പശ്ചിമ ബംഗാളിന്റെ സംസ്ഥാന സെക്രട്ടറി, മുർഷിദാബാദിൽ മത്സരിക്കുന്ന CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീം എന്നിവർക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ബോംബെറിഞ്ഞിട്ടുണ്ട്. പ്രാദേശിക കോൺഗ്രസ് പ്രസിഡന്റിന്റെ വീടിന് നേർക്കും ബോംബേർ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന വാർത്ത. ദോൻകൽ ഏരിയയിൽ TMCയുടെ പ്രവർത്തകർ അക്രമം നടത്തിയിട്ടുണ്ട് എന്ന് കോൺഗ്രസും ആരോപിക്കുന്നുണ്ട്. TMC അംഗങ്ങൾ തീവ്രത കുറഞ്ഞ ബോംബുകൾ എറിഞ്ഞുകൊണ്ട് പരിഭ്രാന്തി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഭാങ്ബോളയിലും ഹർഹർപാറയിലും ബോംബാക്രമണ സംഭവങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസും കേന്ദ്ര സേനയും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. നിലവിൽ കർശന നിരീക്ഷണത്തിൽ തന്നെയാണ് ഈ 4 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പശ്ചിമ ബംഗാൾ പതിവ് തെറ്റിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പോ ആയിക്കോട്ടെ, അവിടെ അക്രമ സംഭവങ്ങൾ ഉറപ്പായും ഉണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.